നമ്മുടെ ട്രംപ് പാവമാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, പാവമായ ദുഷ്ടൻ. ഇന്നലെ ട്രംപ് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇന്നലെ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാടാ പോയിട്ട് ഇറാൻകാരെ വെറുതെ ആക്രമിക്കണത്? ഇന്നോട് ഞാൻ പറഞ്ഞതല്ല, മര്യാദയ്ക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനായിട്ട്. നീ എന്തിനാ വെറുതെ പോയിട്ട് ഈ ഇറാനെ പോയിട്ട് ആക്രമിക്കണേന്ന് പറഞ്ഞിട്ട് അറിഞ്ചും പുറഞ്ചും അങ്ങനെ ട്രംപച്ചായ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തെറി പറഞ്ഞിരിക്കുമ്പോഴാണ് ട്രംപ് അച്ചായന് ഇറാൻകാരെ ഓർമ്മ വന്നത്. ഉടനടി അപ്പം തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ചു ബഹ്റൈനിലേക്ക്. നമ്മുടെ ഇറാൻകാർ ഭക്ഷണം കഴിച്ചോ? അവരെന്താ ദുഃഖിച്ചിരിക്കുകയാണോ? അവരോട് പറയും യുദ്ധമൊന്നുമില്ല, സമാധാനമായിട്ട് ഇരുന്നോ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനായിട്ട് വറുത്ത് പൊരിക്കുന്നുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അമേരിക്കൻ സൈന്യം അവിടുന്ന് ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇറാൻകാരെ നിരീക്ഷിക്കാനായിട്ട് ഇറാൻ്റെ അതിർത്തി കടന്നു വന്നിട്ട് ഇവരൊക്കെ സന്തോഷത്തിലല്ലേ ഇരിക്കുന്നത്. അച്ചായൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ അന്വേഷിച്ചില്ലെങ്കിൽ അച്ചായൻ നമ്മളെ ചീത്ത പറയില്ലെന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ അച്ചായന് ഇറാനോടുള്ള സ്നേഹങ്ങൾ കണക്ക് കൂട്ടണം. അങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ആ ഇറാൻ്റെ മോളികോടൊക്കെ പരത്തി എല്ലാവരും സന്തോഷത്തിലല്ലേ ഇരിക്കണമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം സമാധാനത്തിലിരിക്കണമെന്ന് കണ്ട് അവർ തിരിച്ച് പോകണം. അപ്പോൾ അച്ചായനെ വിളിച്ച് പറഞ്ഞാൽ അവർ നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. ഈ പോണ നേരത്താണ് എങ്ങനെയാണെന്നറിയില്ല അപ്പാച്ചി ഹെലികോപ്റ്റർ ഡീം എടുക്കണു നിലത്ത്. അപ്പോൾ അത് തകർന്നു വീണപ്പോൾ അച്ചായന് ആകെ വിഷമായി. ഞാനവരെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് വിട്ട അപ്പാച്ചി ഹെലികോപ്റ്റർ അവർ അടിച്ചു വിട്ടൂല. എന്ത് പണി ചെയ്തേ? ഉടനടി വിളിച്ചു ഇറാനിലേക്ക്. നിങ്ങൾ എന്ത് പണി ചെയ്തേ? ഞാൻ നിങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാൻ വിട്ടിട്ടുള്ള ഒരു അപ്പാച്ചി ഹെലികോപ്റ്റർ നിങ്ങൾ അടിച്ചു വിട്ടൂല. അപ്പോൾ ഇറാൻകാർ പറഞ്ഞു ഞങ്ങൾ അടിച്ചു വിട്ടിട്ടുള്ളതല്ല, അത് തന്നെ തകർന്നു വീണാണ്. ഞങ്ങളുടെ സാധനം നിങ്ങൾ തകർന്നു വീഴൊന്നുമില്ല. ഈ പാട്ടകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ എത്ര ആയുധങ്ങൾ, എത്ര ഫ്ലൈറ്റുകൾ, ഒരു യുദ്ധക്കപ്പലൊക്കെ തകർത്തുണ്ട് ഇറാൻ. ഇതൊന്നും പുറത്ത് ഇറാൻ്റെ ഒരടിക്ക് ഒരു കപ്പൽ തകർത്തിട്ട് നന്നാക്കാനായിട്ട് കൊണ്ട് ഓടിപ്പോയി. അവരായുധങ്ങൾ എത്ര ആയുധങ്ങളാണ് ഈ പാട്ട ആക്രി സാധനങ്ങൾ അടിച്ചിട്ടെന്നറിയും ഇറാൻ്റെ അടി കൊണ്ടിട്ട് തൊയിരം കെട്ടണ്ട അമേരിക്കയ്ക്ക് ഇനി എന്താ ചെയ്യുന്നൊരു രൂപമില്ല ആ രീതിയിൽ. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞു. ഉടനടി ട്രംപ് ചൈന വിഷമായി. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനവരെ സുഖവരം അന്വേഷിക്കാനായിട്ട് ഒരു അപ്പാച്ചി ഹെലികോപ്റ്ററിൽ ആൾക്കാരെ വിട്ട് കഴിഞ്ഞപ്പോൾ അത് അടിച്ചു വിട്ടൂല. ഉടനടി ട്രംപ് അച്ചായ അവിടെ നിന്ന് പറഞ്ഞു അത് ശരി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 സൈനികർ വിളിച്ചു പറഞ്ഞു. അവർ വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ വളരെ സന്തോഷത്തിലിരിക്കുന്ന, ഒരു കുഴപ്പമില്ല അച്ചായ പറഞ്ഞ പോലെ തന്നെ അവർ ഹാപ്പിയാന്ന് പറഞ്ഞു. ഇത് ഹാപ്പിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചായന് ഇളകി. എൻ്റെ ഹെലികോപ്റ്റർ അടിച്ചുവിടുകയും ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, അത് പറ്റില്ല. ഉടനടി വീണ്ടും വിളിച്ചു, അവിടെ പോയിട്ട് ബോംബിട്ട് തകർക്കട. അങ്ങനെ പിന്നെ ഇവർ ചറപറാന്ന് തന്നെ കുറേ പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇറാൻ്റെ നെഞ്ഞത്തേക്ക് കുറേ ബോംബുകളൊക്കെ ഇട്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ സന്തോഷമായി, ഹാപ്പിയായി, നിങ്ങൾ അതേമാതിരി ചെയ്തോളട്ടെ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ ബോംബിട്ടോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നത് ഓർമ്മയുള്ളൂ. ഇറാൻ ചറപറാന്ന് പറഞ്ഞിട്ടുള്ള ആക്രമണം ബഹ്റൈനിൽ അവിടെ എവിടെയൊക്കെ തോന്നി, ജോർദാനിൽ അവിടെ ഇവിടെയൊക്കെ അവർക്ക് തോന്നിയിടത്തേക്കൊക്കെ അവർ ആക്രമണം നടത്തി. അമേരിക്കയുടെ 5ാം പടക്കപ്പൽ, 5ാം ഫ്ലീറ്റ് കപ്പൽ അവിടെ ഭംഗിയായിട്ട് അങ്ങോട്ട് നിരത്തിയേ കൊടുത്തു. അടി കിട്ടിയപ്പോൾ ഈ അമേരിക്കയിലെ യുദ്ധ സാധനങ്ങളൊക്കെ പാട്ട സാധനങ്ങളായിട്ടാ, 10 വീസി കയറില്ല. അത് കഴിഞ്ഞ് അടി കിട്ടിയപ്പോൾ സമാധാനമായി. ട്രംപിന് ബുദ്ധി ഉദിച്ചു. എന്നിട്ട് അത് നിർത്തി വെച്ചു. ഇപ്പം ഇന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് സമാധാനമൊക്കെ അന്വേഷിച്ച് കുറച്ച് ബോംബൊക്കെ എടുത്തോ, അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അവരെ നഞ്ഞത്ത് കൊണ്ടുപോയിട്ടിട്ട് വായോ. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. കാരണം എന്തിനാണ് ബോംബിങ് നടത്തണേ? എന്താണ് ചെയ്യണേ? ഒരു വെളിവും ട്രംപിന് ഇതുവരെ വന്നിട്ടില്ല. എന്തിനാ ഞാൻ യുദ്ധം നടത്തണമെന്ന് പോലും ആൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല. ഒരു ഭാഗത്ത് സമാധാനം പറയാം. ഇനിയിപ്പോൾ സമാധാനത്തിൻ്റെ ദൂതനായിട്ട് അവതരിക്കണത് കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ട് പോയിട്ടുള്ള ഒരു സമാധാന നോബൽ സമ്മാനം എപ്പോഴും ബാലൻസ് എടുക്കുക. അടുത്ത പ്രാവശ്യമെങ്കിലും അത് നമുക്ക് കിട്ടണം. അതിന് ഒരു ഭാഗത്തോടെ സമാധാനം, ഒരു ഭാഗത്തോടെ ചർച്ച, ഒരു ഭാഗത്തോടെ ബോംബിങ്, അതിൻ്റെ ഇടയിൽ ഇസ്രായേലിനെ കുറേ തെറി പറയുക, ഇസ്രായേലിൻ്റെ അടുത്ത് നിങ്ങൾ യുദ്ധം ചെയ്തോളം പറയുക, അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടെന്ന് പറയുക, ബെഞ്ചമിനെ വിളിക്കുക, അവരെ തന്തയ്ക്കും തലയ്ക്കും വിളിക്കുക. എന്താ ഇയാൾക്ക് ശരിക്കും വട്ടാണോ? ഇപ്പോൾ ട്രംപിന് ശരിയായിട്ട് പറയുകയാണെങ്കിൽ എന്തിനു യുദ്ധം നടത്തണമെന്ന് പോലും ട്രംപിന് അറിയില്ല. ലോകത്തിന് ഒരു കാര്യം മനസ്സിലായി, അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ ആക്രി സാധനങ്ങളാണ്. ഇനി അമേരിക്കൻ ആയുധങ്ങളൊന്നും ഇന്ത്യക്കാർ വാങ്ങിക്കുന്നില്ല, വാങ്ങിച്ചിട്ട് കാര്യമില്ലേ. അവർ അതിൻ്റെ ഉള്ളിൽ ഓരോ സെറ്റിങ്ങൊക്കെ ചെയ്ത് കൊടുത്തോരെ പോലും അവർ ചതിക്കും. കയ്യിൽ നിന്ന് കാശ് മേടിച്ചിങ്ങനെ പരിപാടി മാത്രമാണ്. ട്രംപ് അകപ്പെട്ടു. എന്താ ചെയ്യുന്നതെന്ന് ട്രംപിനൊരു ഐഡിയ ഇല്ല. ബോധമില്ലാത്തൊരു മനുഷ്യൻ. അമേരിക്കയുടെ നാശം ഇയാളെ കൊണ്ട് സംഭവിക്കും, ഇത് ഉറപ്പാണ്.